ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ചുറ്റും കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കുക. ഇവിടെ നല്ല കാറ്റാണ്. അതാണ് ഞാൻ തൽക്കാലം അരവിന്ദിൻ്റെ ഫോൺ എക്സ്റ്റേണൽ മൈക്കായിട്ടൊക്കെ യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെയും ഞാൻ നോക്കൊരു സ്നോ സ്റ്റോമൊക്കെ ആയിട്ട് നല്ല തണുപ്പായിട്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു -5 -6. പക്ഷേ കാറ്റ് കൂടുതലായിട്ട് നമുക്ക് നല്ല ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം വേറെ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വേറൊന്നുമല്ല, ഞാൻ വീട് മാറിയായിരുന്നു. ഇതുവരെ നമ്മൾ കാനഡയിൽ വന്നിട്ട് ഹോം ടൂർ ഒന്നും ചെയ്തിട്ടില്ല. സോ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ മാറി. അതും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നോക്കിയോ, നമ്മുടെ വീട്ടിൻ്റെ അടുത്തേനുള്ളൊരു വെച്ചാൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ചിൽഡ്രൻസ് പാർക്കാണ്. അതെന്തൊന്ന് കാണിച്ചു കൊടുത്താൽ അവിടുത്തെ മഞ്ഞ്. അയ്യാ, ഈ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ താഴോട്ട് വന്നതാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചത്. ഇതൊരു 3 അപ്പാർട്ട്മെൻറ്റ് ചേർന്ന ബിൽഡിംഗ്. കണ്ട എൻ്റെ കാല് കുഴിയിരിക്കുന്ന ലെവലിൽ ഗൈസ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഈ സ്നോ സ്റ്റോം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവറാണ് ഇവിടെ മൊത്തം ഉള്ളത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതാ ഇവിടെയൊക്കെ സ്ട്രോങ്ങാണ്. പക്ഷേ ഇത് നോക്കിയൊക്കെ കേട്ടോ, എൻ്റെ ഷൂസിൻ്റെ അളവിന് കുഴിഞ്ഞു പോകും. ഇതൊരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വരെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. 27 സെൻറ്റിമീറ്റർ വരെയാണ് ഇന്നലെ മെനങ്ങാന്നുകൊണ്ട് മഞ്ഞ് കൂടി ചേർന്നത്. അതായത് ഒരു വണ്ടിയുടെ പകുതി ടയറിൻ്റെ അളവ്. ഗ്ലൗസ് ഒന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല ഗൈസ്. ഇതിൻ്റെ ബാക്കിൽ അരവിന്ദ് കഷ്ടപ്പെട്ട വീഡിയോ എടുക്കണം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയണേ. ഗൈസ്, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റിലെ കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ 27ാമത്തെ നിലയിലാണ് ഗൈസ് നമ്മളുള്ളത്. നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ നല്ല തണുപ്പ്. ഇനി നിന്നെന്ന് എനിക്കും അവനും ഫ്രോസൺ ബൈറ്റൊക്കെ വരും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ തണുപ്പൊക്കെ ആയിട്ട് അകത്തേക്ക് നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. 27ാമത്തെ നിലയിലാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടാണ്. ഞാൻ കാർ എടുത്തായിരുന്നു, RAV4 എടുത്തായിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസം സ്നോമൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിരുന്നു. കാരണം വെളുപ്പിന് എഴുതിയിട്ടങ്ങ് പോയാൽ മതി. പ്രത്യേകിച്ച് വലിയ നമുക്ക് ക്ലീനിങ്ങും പരിപാടികളൊന്നുമില്ല. 27ാമത്തെ നിലയിലാണ് ഗൈസ്. പക്ഷേ നമ്മുടെ കുട്ടി ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര സൗകര്യങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിൽ അരവിന്ദാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവൻ വന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് 2706 ഇതാണ് നമ്മുടെ കുട്ടി അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അമ്മു ഇതിൻ്റെ അകത്ത് എവിടെ ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ കനേഡിയൻ അപ്പാർട്ട്മെൻറ്റിലെ കനേഡിയൻ ഹൗസസിലൊക്കെ ഉള്ളതുപോലെ കയറി വരുമ്പോൾ തന്നെ ഒരു മിററാണുള്ളത്. കാണിച്ചു കൊടുത്തരാ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ സാധനവും പിന്നെ കുറേ ബൂട്ട് അങ്ങനെ കുറേ പരിപാടികളാണ്. ഞാൻ നിങ്ങൾക്ക് തുറന്നധികം ഒന്നും കാണിച്ചു തരണം. വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ജാക്കറ്റുകളും പരിപാടികളാണ്. ഇതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക, നമ്മുടെ ക്ലീനിങ് സപ്ലൈസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ നിൽക്കുന്നില്ല. കയറിക്കോളൂ. ഇത് നമ്മുടെ കുറച്ച് ഷൂസും പരിപാടികളും ഇടുന്ന സ്ഥലമാണ്. വിന്റർ ഷൂട്ട്സും പിന്നെ ഇത് നമ്മുടെ 3 പേരുടെ നോർമൽ കാഷ്വൽ വെയർസ്. ദിവസം കഴിച്ച് കാഷ്വൽ വെയർസ് ഇട്ട് പോകാൻ ഇപ്പോൾ ഒരു അവസരം തന്നിട്ടില്ല. കാരണം മഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് ഐസ് ഒന്നും നമ്മൾ തെന്നി വീഴും. ഞാൻ ഒരിക്കൽ വീണ് എൻ്റെ കൈ ജോയിന്റ് കുറച്ച് സീനായിരുന്നത്. അതുകൊണ്ട് 99% നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വിന്റർ ബൂട്ട്സ് ഇട്ടുകൊണ്ടേ പോകാറുള്ളൂ. ഇൻ കേസ് മഞ്ഞില്ലെങ്കിൽ പോലും. അപ്പം കയറി വരുമ്പം നമ്മുടെ ഒരു കുട്ടി അടുക്കളയാണുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഫ്രിഡ്ജ്. ദൈവം സഹായിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് നിറയെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ജസ്റ്റ് ഒരു കൗണ്ടർ ടോപ്പ് പോലെ നമുക്ക് ഹാൻഡ് വാഷ് പാത്രം കഴുകാനായിട്ടൊരു സ്ഥലമുണ്ട്. പിന്നെ ഒരു ഡിഷ് വാഷറും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് നമ്മുടെ കഴുകി വെച്ചേക്കുന്ന കുറച്ച് പാത്രം ഉണങ്ങാനൊക്കെ വേണ്ടി വെച്ചേക്കുന്ന, പിന്നെ നമ്മുടെ ഹെയർ ഫ്രയർ, കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ കൂടുതലും ഫ്രൂട്ട്സ് ആയിപ്പോൾ കഴിക്കുന്നത്. ഹെൽത്തി ആവാൻ തീരുമാനിച്ചതാണ് ഗൈസ്. ഇവിടെ കുറച്ച് അവക്കാഡോ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സെറ്റപ്പും പരിപാടികളും ഒക്കെ ഉള്ളതെല്ലാം അമ്മുവിൻ്റെ കലാവിരുദ്ധാണ്. ഇത് നമുക്ക് ഇവിടെ കാനഡയിൽ കൂടുതൽ ഹൗസസിലും ഇലക്ട്രിക് സ്റ്റൗസ് ആണുള്ളത്. നമ്മുടെ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലാണെങ്കിലും ഇലക്ട്രിക് സ്റ്റൗ ആണുള്ളത്. സോ സെയിം ഒരു ഇലക്ട്രിക് സ്റ്റൗ
ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചാൽ നല്ല പുളിശ്ശേരിയൊക്കെ കൂട്ടി വിഷയമായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ലിവിങ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. പറയാം, ലിവിങ് സ്പേസ് ഫിക്സ് ചെയ്തു. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു എന്താ പറയുക, ലിവിങ് സ്പേസിൽ ഒരു ബെഡ് സ്പേസും ഒരു സോഫയും കണക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്ലേസ് ആണ്. നമുക്ക് ഇത് ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചതാണ്. റീസെൻ്റ് ആയിട്ട് വീട് മാറുന്നതിന് ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 65 ഇഞ്ചിൻ്റെ TV, എസെൻസിൻ്റെ അങ്ങനെ എന്തോ എസെൻസിൻ്റെ ബ്രാൻഡാണ്. 65 ഇഞ്ച് QHD അല്ല, QLED ആണ്. സോ കുറച്ചുകൂടെ ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. ഡോൾബി ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല എന്താ പിക്ചർ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു എന്താ പറയാ വിഷയം TV ആണ് ഗൈസ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ അത്യാവശ്യം കുറച്ച് ഡേറ്റാസ് ഒക്കെ വെച്ചേക്കുന്ന ഒരു ടേബിള്. പിന്നെ ഇതല്ല അമ്മൂന്റെ സെറ്റപ്പ്. ഈ കാറ്, ബാറ്റ്മാൻ, ജോക്കർ അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കുട്ടിക്കാല ഓർമ്മകൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടതാണ് ഗൈസ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണില്ലേ, കാറൊക്കെ വേണം. വേറൊക്കെ ഉണ്ട്, RC കാറൊക്കെ ഉണ്ട് ഇവിടെ, കുറേ ഉണ്ട്. അത്യാവശ്യം കാറൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെയും അമ്മുൻ്റെയും അരവിന്ദിൻ്റെയും വർക്കിംഗ് സ്റ്റഡി സ്പേസ് എന്നൊക്കെ പറയാൻ പറ്റും. നമ്മൾ 3 പേരും പഠിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റഡി സ്പേസുമാണ്. പിന്നെ നമ്മൾ കുറേ ഫ്രീലാൻസ് ആയിട്ട് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കുമ്പോഴത്തേക്കും കണ്ടോ 2 ലാപ്പ്. ഇവിടെ കാനഡയിൽ നാട്ടിലുള്ളവർ വിചാരിക്കും കാനഡയിൽ വരുമ്പോൾ നമ്മൾ ആഷ് ബുഷ് റിച്ച് ലൈഫാണ് ഗൈസ്. കണ്ടോ, ഒരു മാക്ബുക്ക്, എൻ്റെ ഐപാഡ്, 2 ലാപ്പ്, റിച്ച് ലൈഫാണ് ഗൈസ്. നമുക്കറിയാം നമ്മുടെ വിഷയം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ലിവിങ് സ്പേസ്. ഇതൊരു എന്താ പറയുക, ഒരു ടേബിളാണ്. ബട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു വിശ്വാസപ്രകാരം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പൂജാ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പൂജാ സ്പേസ് എന്ന് പറയാൻ പറ്റും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെയാണുള്ള. ഇതൊരു കൃഷ്ണനുണ്ട്, പിന്നെ ഒരു ഗണപതി ഉണ്ട്. അത് വാങ്ങിച്ചത് നമ്മൾ കാർ എടുത്ത വീഡിയോ ചെയ്തതിൽ ബ്രാംപ്ടണിന്റെ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഒന്നും കൂടെ ബ്രാംപ്ടണിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരു വിശ്വാസപ്രകാരം വണ്ടി ഒന്ന് പൂജിക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും നമ്മൾ വാങ്ങിച്ചത് കൃഷ്ണനും ഗണപതി. കൃഷ്ണൻ നമ്മൾ വീട്ടിൽ വെച്ചു, ഗണപതി ഞാൻ എൻ്റെ കാറിൻ്റെ അകത്തോട്ട് വെച്ചു. സന്തോഷം, അച്ഛൻ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ റൂം കാണിച്ചു തരാം. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ എനിക്കും അമ്മൂന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാൻ കുറച്ച് റിസ്ക് ആണ്, എന്നാലും കാണിച്ചു തരാം. ഇത് നമ്മുടെ ചെറിയൊരു, ഇവിടെയൊക്കെ പറയുന്ന ഇന്റർസെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എൻ്റെ അമ്മൂൻ്റെ റൂം, ഇത് നമ്മുടെ വാഷ്റൂം, ഇത് നമ്മുടെ ലോണ്ടറി യൂണിറ്റ്. ഇവിടെ കുറച്ച് ഡ്രസ്സും പരിപാടികളൊക്കെ വെച്ചേക്കാം. ഞാൻ ആദ്യം വാഷ്റൂം കാണിച്ചു തന്നിട്ട് റൂം കാണിച്ചു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഒത്തിരി MSഡാ. സോ ഇതാണ് നമ്മുടെ ഒരു കുട്ടി വാഷ്റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം ടോയ്ലറ്റ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലീനിങ് സ്റ്റഫും ടിഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ബാത്ത് ടബ് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം വൈബാണ്, സെറ്റാണ്, വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പം ഇനി റൂം കാണിച്ചു തരാം. ലോണ്ടറി യൂണിറ്റ് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 എന്താ പറയുക, വാഷിംഗ് മെഷീനും ഒന്നിങ്ങോട്ട് വന്നേടാ, ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത്രയേ ഉള്ളൂ, ഒരു വാഷിംഗ് മെഷീനും അതിൻ്റെ മേളിൽ ഡ്രയറും. ജസ്റ്റ് ബേസിക് സ്റ്റൈൽ. സോ ഇനി എൻ്റെ അമ്മൂൻ്റെയും ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ആരും ബാക്കിയാണ് കിടക്കാറ്, എന്നാലും ഒരു കുഴപ്പമില്ല. ഇതാണ് എൻ്റെ അമ്മൂൻ്റെ ബെഡ്റൂം. ഇത് നമ്മൾ ബെഡൊക്കെ ഐക്കിന്ന് വാങ്ങിച്ചതാണ്. ബെഡും ബെഡ് ഫ്രെയിമും ഒക്കെ ഐക്കിന്ന് വാങ്ങിച്ചത്. ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സ്, 2 സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. അതിന് നമ്മളെടുത്ത് സൈഡ് ടേബിൾ സെറ്റപ്പ് ചെയ്തേക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ സ്റ്റഫ്, ഇപ്പം മെഡിസിൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണുള്ള. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു വാർഡ്രോബ് ഉണ്ട്, കണ്ടല്ലോ. പിന്നെ ഞാൻ എന്താ പറയുക, വാലന്റൈൻസ് ഡേക്ക് ഞാനും അമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ചെറിയ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഈ രാത്രി ഇവിടെ നിന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഗൈസ്. കാരണം ഇത് അപ്പുറത്തൊരു അപ്പുറത്തൊരു അപ്പാർട്ട്മെന്റ് ഉള്ളത് ചെറിയൊരു വ്യൂക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ രാത്രി മുത്താണ് ഗൈസ്, മുത്ത്. ഇതിനു വേണ്ടി മാത്രമാണ് ഞാനും അമ്മ അപ്പാർട്ട്മെന്റ് എടുത്തത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എൻ്റെ RC കാർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതും വെച്ച് ഞാൻ മഞ്ഞത്തെ കൊട്ടിച്ച് പോകാറുണ്ട് ഗൈസ്. ഇതിവിടെ ഇരിക്കട്ടെ തൽക്കാലം. അമ്മ കണ്ട കുറേ എന്നാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഇവിടെ ഈ അപ്പാർട്ട്മെന്റിൽ എൻ്റെ അമ്മൂൻ്റെ ഫേവറേറ്റ് പ്ലേസ് കാണിച്ചു തരാം.
സോ ലിവിംഗ് സ്പേസിൽ ഞാൻ നേരത്തെ ഒരു കാര്യം കാണിച്ചു തരാൻ വന്നത്. നമ്മുടെ ഇവിടെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ വാലന്റൈൻസ് പരിപാടിക്കൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇനി എന്താ പറയാ, ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ നിങ്ങളും ഒരുവിധപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. ജിഷ്ണു, അനിത, അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത്. കാരണം ഈ ഇടയ്ക്ക് അനിതയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു, കാവ്യയുടെയും ജഗത്തിന്റെയും അവരുടെയൊക്കെ ആനിവേഴ്സറി ഒക്കെ ഇവിടെ ആഘോഷിച്ചു. അപ്പം നമ്മളിവിടെ ഒരു പാർട്ടി സ്പേസ് ആയിട്ട് നമ്മൾ ഈ ലിവിംഗ് സ്പേസ് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് ബലൂണൊക്കെ വെച്ച് വേറെ വൈബാണ്. ജിഷ്ണു അനിതയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ ചെയ്തെല്ലാം ഇവിടെ വെച്ചാണ്. അപ്പം നമ്മൾ വേറൊരു വൈബാണ്. പിന്നെ ഇതിവിടെ തന്നെ നമ്മൾ ഫോട്ടോസ് കുറെ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പോളറൈഡ് ക്യാമറ ഒക്കെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇനി ഇവിടെ ഇങ്ങനെ അടുക്കി കയറും. പിന്നെ എൻ്റെ അമ്മൂൻ്റെയും കുറേ ഫോട്ടോസ് ഉണ്ട്. അരവിന്ദിന്റെ കോളേജിൽ പോയി എടുത്ത കുറേ ഫോട്ടോസ് ഉണ്ട്. അതെല്ലാം ഇവിടെ ഇങ്ങനെ ഫ്രെയിം ആയിട്ട് കയറും. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്നേ വന്നപ്പോൾ ഉള്ള ഫോട്ടോയാണ്. ഇത് നമ്മുടെ സേവ് ദ ഡേറ്റിനുള്ളത്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയുടെ ഹൽദിക്ക് പോയ സമയത്തേക്കുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിലും ഇത് ഞാനും അമ്മും കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് പുറത്തു പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് പോയി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ് ഇത്. ഞാനിത് അമ്മൂന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഗിഫ്റ്റ് ചെയ്തേ, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര, ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്കോക്ക എന്ന് പറഞ്ഞൊരു പ്ലേസിൽ നമ്മൾ ഫോൾസ് കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എടുത്ത ഫോട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടുത്തെ ബാൽക്കണി കാണിച്ചത്. സ്ലൈഡിങ് ഡോറൊക്കെയാണ് ഗൈസ്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിഫയർ ആണ്. ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം വാങ്ങിച്ച് ഒരെണ്ണം റൂമിലും ഒരെണ്ണം ഹോളിലും വെച്ചിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് മോയിസ്റ്റ് അങ്ങനെ എന്തോ സെറ്റപ്പ് ടെക്നിക്കലി എടുത്തില്ല. ഇതാണ് ഗൈസ് ബാൽക്കണി. സൂക്ഷിച്ചിരുന്നു. കാരണം എന്താ, ഇതെല്ലാം മെനങ്ങാന്ന് 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ല സ്നോ സ്റ്റോം ആയിരുന്നു. ഇവിടെ ഭയങ്കര അലേർട്ടും ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ സമയത്ത് മഞ്ഞ് അടിഞ്ഞു കൂടിയതാണിത്. ഇത് എൻ്റെ വണ്ടിയുടെ അലോയ് വീൽസ് എടുത്ത് തൽക്കാലത്തേക്ക് പുറത്തിട്ടേക്ക്. കാരണം ഇപ്പോൾ വണ്ടിയിൽ വിന്റർ ടയർ ഇട്ടേക്കുക. സോ അതാണ്. പിന്നെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാൽ എനിക്ക് CN ടവർ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയുടെ ഐക്കോണിക് ആയിട്ടുള്ള CN ടവർ ഇവിടെ നിന്ന് എനിക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ നമ്മുടെ ചെക്കൻ വന്ന് സിറ്റിയുടെ ഔട്ടറിൽ നിന്ന് നോക്കുമ്പോൾ സിറ്റി ഫുള്ള് കാണൂലേ, ആ ഒരു വൈബാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു ചായയൊക്കെ എടുത്ത് വൈബാ. നിങ്ങൾക്ക് CN ടവർ കാണിച്ചു തരാം. ഇതാണ്ടോ, കണ്ടോ ഗൈസ്, അതാണ് കാനഡയുടെ CN ടവർ. ഇതാണ് ഗൈസ് കാനഡയുടെ CN ടവർ. അരവിന്ദ് എന്തോടാ നീ പറഞ്ഞ CN ടവർ എന്താണെന്ന് കൂടെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ട് പറഞ്ഞു തരണമെന്നില്ല. കാനഡയിൽ ഒരു ഐക്കോണിക് സ്ട്രക്ചറാണ്. ഏകദേശം അത്യാവശ്യം നല്ല ലോങ്ങസ്റ്റ്. എനിക്ക് അറിയില്ല ടെക്നിക്കലായിട്ടുള്ള കാര്യവും ഇത് എത്രത്തോളം എനിക്ക് കേട്ടറിവുള്ളതാണ്. ബുർജ് വരുന്നതിന് മുമ്പ് ഏറ്റവും ഹയസ്റ്റ് ടവറോ അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ഒരു കുട്ടി അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ 27ാമത്തെ നിലയാണ് ഗൈസ്. ഇത് നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക് പോകുന്നതാണ്. പിന്നെ ഈ സ്നോ സ്റ്റോം ഒക്കെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലും യൂസ് ആയ ഒരു കാര്യം ഞാൻ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയതാണ്. കാരണം പഴയ വീട്ടിൻ്റെ അവിടെയുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ തുടയുടെ അതുവരെ മഞ്ഞ് വീണ് കാരണം വേഴം, വെള്ളി സ്നോ സ്റ്റോം, ശനിയാഴ്ച ഇല്ല, ശനിയാഴ്ച രാത്രി തുടങ്ങി ഞായറാഴ്ച ഉച്ച വരെ ഭയങ്കര സീനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല കൂടിയിട്ടായിരുന്നു. കാരണം എൻ്റെ ചില മെയിൽസൊക്കെ ഇപ്പോഴും പഴയ വീട്ടിൽ വരുന്നതുകൊണ്ട് ഞാൻ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഞാൻ ഞായറാഴ്ച വൈകിട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര സീനായിരുന്നു. എൻ്റെ വണ്ടി അകത്ത് കയറൂല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. സോ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാനിപ്പം കുറച്ച് ബെറ്ററാണ് വിൻ്റർ സമയത്ത്. പിന്നെ നാട്ടിലെ റെൻ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എത്ര, ഒരു 2 ലക്ഷം രൂപ പറയല്ലേ, ഒരു 2 ലക്ഷം രൂപയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന റെൻറ്റ്. സോ ഡസൻറ്റ് മേക്ക് സെൻസ്. കാരണം എന്താ പറയുക, ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു 1 ബെഡ് അങ്ങനത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് 1 ബെഡ് 1+1 അങ്ങനെയൊക്കെ കിട്ടുന്നെങ്കിൽ ഈ ഒരു പ്രൈസാണ്. പിന്നെ യൂട്ടിലിറ്റീസ് ഉണ്ട്, നമുക്കിവിടെ സ്വന്തമായിട്ട് ജിമ്മുണ്ട്, നമുക്ക് പിന്നെ നമ്മുടെ ഒരു പ്രൈവറ്റ് തിയേറ്റർ ഉണ്ട്, അങ്ങനെ കുറേ പിന്നെ ഗെയിമിംഗ് റൂമും പരിപാടി. ഭയങ്കര തപ്പം. ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇൻക്ലൂഡായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ലോക്കർ സ്പേസ് ഉണ്ട്. പിന്നെ കാർ പാർക്കിങ്ങിന് ഒരു സ്പേസ് എന്തായാലും പൊതുവേ വേണമല്ലോ അപ്പാർട്ട്മെൻറ്റിൽ, അതുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ജിമ്മുണ്ട്,
പിന്നെ ഒരു ഗെയിമിംഗ് റൂം ഉണ്ട്, മറ്റേ സ്നൂക്കർ, വില്യാച്ചി അങ്ങനെയൊക്കെയുള്ള ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഒരു യോഗ സെന്റർ ഉണ്ട്. പിന്നെ ഒരു ഈ അപ്പാർട്ട്മെന്റിന്റെ താഴെ ഒരു ക്ലിനിക് ഉണ്ട്, മെഡിക്കൽ ക്ലിനിക് ഉണ്ട്. പിന്നെ എന്താ പറയാ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഒരു പൂളുണ്ട്. പിന്നെ ഒരു വിഷയം ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. ഒരു അത്യാവശ്യം ഒരു 16 സീറ്റിംഗ് കപ്പാസിറ്റി എന്നോണമുള്ള അത്യാവശ്യം നല്ലൊരു ലിവിങ് മൂവി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരു പ്രാവശ്യം കയറിയായിരുന്നു, പിന്നെ കയറിയില്ല. കാരണം നല്ല ഇടിവെട്ട് സിനിമയൊക്കെ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകാം. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ ആഡ് ചെയ്തതിൽ. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ചെറിയൊരു അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന അല്ലേ അമ്മു. അപ്പം നമുക്ക് ഇനി ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കൂ ഇല്ലെന്ന് എനിക്കറിയില്ല. മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാനഡയിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഇങ്ങോട്ടുള്ള കൺസൾട്ടേഴ്സിനെ അറിയാം, ഞാൻ അവരെ കണക്ട് ചെയ്ത് തരാം. സോ നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.